NFP പാലക്കാടിന്റെ നേതൃത്വത്തിൽ കുഴൽമന്നം മേഖലയിൽ കുഴൽമന്നം തപാൽ കൂട്ട് 2026 സംഘടിപ്പിച്ചു. കോട്ടായി ചമ്പ്രക്കുളം സ്കൂളിൽ നടന്ന പരിപാടിയിൽ മേഖലയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നായി 80ഓളം ജീവനക്കാർ പങ്കെടുത്തു. തപാൽ ജീവനക്കാരുടെ കൂട്ടായ്മയ്ക്കും സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനുമൊപ്പം ആരോഗ്യ ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോട്ടായി കരിയങ്കോട് BPM പ്രവീണയുടെ സ്വാഗത ഗാനത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. പോസ്റ്റൽ ആൻഡ് ടെലികോം കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ആനന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മേഖല കൂട്ട് എന്ന് പറയുന്നത് സംഘടനയും പ്രവർത്തകരും തമ്മിൽ അല്ലെങ്കിൽ മെമ്പർമാരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് ഡിവിഷണൽ നേതൃത്വം ഡിവിഷണൽ പരിപാടികളൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സിലായിരിക്കും നടത്തുന്നുണ്ടാവുക. അപ്പോൾ അത് സംഘടന ഒരു അതിൻ്റേതായിട്ടുള്ള ചട്ടക്കൂടുകളിൽ അതിൻ്റേതായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കമ്മിറ്റികളിൽ അങ്ങനെയുള്ള ചർച്ചകളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ അവതരിപ്പിച്ച് മീറ്റിംഗ് നടത്തിയൊക്കെയാണ് മുന്നോട്ട് പോവുക. അതിലുപരിയായി കുറെ കൂടി ജീവനക്കാരുമായി നമ്മൾ ഇടപഴകുന്ന അല്ലെങ്കിൽ കുറെ കൂടി ജീവനക്കാരിലേക്ക് എത്തിപ്പെടുന്ന ഒരു പരിപാടിയാണ് കൂട്ട്. അത് ഓരോ മേഖല തിരിച്ച് നടത്തുന്നതിൽ നിന്ന് തന്നെ നമ്മൾ ജീവനക്കാരുടെ ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ മേഖലയിലെയും ജീവനക്കാരുടെ സ്വന്തമായി കൂട്ടായി സംഘടന മാറുന്ന ഒരു പരിപാടിയാണ് ഈ കൂട്ട്. നമ്മൾ 2024 ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് എത്രത്തോളം എല്ലാ മേഖലകളിലും നടത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഏജന്റുമാരുടെയും എല്ലാവരുടെയും പിന്തുണയോട് കൂടിയിട്ട് എല്ലാ മേഖലകളിലും എല്ലാ വർഷവും കൂട്ടിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അത് എല്ലാ വർഷവും നമ്മളൊരു ഉത്സവം നടത്തുന്ന പോലെ തന്നെ ഓരോ മേഖലയുടെയും കൂട്ട് അതത് മേഖല അവരുടെ ഒരു പ്രാതിനിധ്യം കൊണ്ട് ഭംഗിയാക്കാറുണ്ട്. കുഴൽമന്നം മേഖല കൂട്ട് ചെയർപേഴ്സൺ ആശ അധ്യക്ഷത വഹിച്ചു. കുഴൽമന്നം മേഖലാ കൺവീനർ B പ്രസാദ് മേഖലാ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനയുടെ പ്രവർത്തനങ്ങളും ജീവനക്കാരുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും റിപ്പോർട്ടിൽ വിശദീകരിച്ചു. പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുത്തനൂർ അലോക ആയുർവേദയിലെ ഡോക്ടർ ശ്രീലക്ഷ്മിയാണ് ആരോഗ്യ ക്ലാസ് നയിച്ചത്. തപാൽ ജീവനക്കാരുടെ ജോലിയുടെ സ്വഭാവവും തിരക്കേറിയ ഔദ്യോഗിക ജീവിതവും കണക്കിലെടുത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെയും ജീവിതശൈലി ക്രമീകരണങ്ങളുടെയും പ്രാധാന്യം സംബന്ധിച്ച കാര്യങ്ങൾ ക്ലാസിൽ വിശദീകരിച്ചു. ക്ലാസ് നയിച്ച ഡോക്ടർ ശ്രീലക്ഷ്മിക്ക് കുഴൽമന്നം തപാൽ കൂട്ട് 2026 സ്നേഹസമ്മാനം കൈമാറി. പരിപാടിയിൽ തപാൽ വർത്തമാനം എന്ന പ്രത്യേക സെഷനും നടന്നു. P4 സർക്കിൾ സെക്രട്ടറിയും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ P ശിവദാസ് തപാൽ വർത്തമാനം നിർവഹിച്ചു. തപാൽ മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങളും ജീവനക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും സംഘടനാപരമായ കാര്യങ്ങളും പങ്കുവച്ചുകൊണ്ടായിരുന്നു പരിപാടി. തപാൽ സേവന രംഗത്ത് വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച ശേഷം വിരമിച്ച പോസ്റ്റ് വുമൺ ജാനകിയെ ചടങ്ങിൽ ആദരിച്ചു. വിരമിച്ച ജീവനക്കാരുടെ സേവനങ്ങളെ അനുസ്മരിക്കുകയും സംഘടനയുമായുള്ള അവരുടെ ബന്ധം പുതുക്കുകയും ചെയ്യുന്ന അവസരമായി ആദരിക്കൽ ചടങ്ങ് മാറി. അതേസമയം പുതുതായി സർവീസിൽ പ്രവേശിച്ച ജീവനക്കാരെയും ചടങ്ങിൽ പരിചയപ്പെടുത്തി. പോസ്റ്റ് വുമൺ സുധ, പോസ്റ്റ്മാൻ പ്രസന്നൻ, ABPM ഫൗസിയ എന്നിവരെയാണ് പുതിയ അംഗങ്ങളായി പരിചയപ്പെടുത്തിയത്. പുതിയതായി സർവീസിൽ പ്രവേശിച്ച ജീവനക്കാരെ സഹപ്രവർത്തകർ സ്വാഗതം ചെയ്തു. ശരത്ത് സ്വാഗതാശംസകൾ നേർന്നു. ഡിവിഷൻ സെക്രട്ടറി ആഷിഫ് റഹ്മാൻ നന്ദി അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.